പീക്ക് ആക്ഷൻ ഫിലിമാ. ഒരു 10 മിനിറ്റ് സിനിമ ഒരു കഥയാണെങ്കിൽ ഒരു മണിക്കൂർ ആക്ഷനാണ്. സ്റ്റോറി വൈസ് നോക്കുമ്പോഴത്തേക്കും യൂഷ്വൽ സംഭവം, പക്ഷേ ആക്ഷൻ സീൻസ് ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. ആ ഫ്ലെയിം ത്രോവറിൻ്റെ ഒക്കെ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒറിജിനൽ ആണോ എന്ന് തന്നെ ഡൗട്ടാണ്. ഹേയ് സിനിഫൈൽസ്, ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്ന് മറ്റൊരു സിനിമ, ഒരു സ്റ്റാൻഡ് ലോൺ ചിത്രമാണ് ബാലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ലെൻ വൈസ്മാൻ ആണ് ഈ സിനിമയുടെ ഡയറക്ടർ. പുള്ളി അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ആക്ഷൻ പ്രാധാന്യമുള്ള സിനിമയാണ്. ജോൺ വിക്കും വളരെ ആക്ഷൻ പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അപ്പം ആ യൂണിവേഴ്സിൽ നിന്നും ഒരു പടം വരുമ്പോഴത്തേക്കും അതിലും കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പം പടം കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കാം. ജോൺ വിക്ക് എന്ന് പറയുന്നത് നമ്മളൊരു സീരീസ് ഓഫ് പടങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജോൺ വിക്ക് എന്ന് പറയുമ്പോൾ എന്തോ ജോൺ വിക്ക് 1, 2, 3, 4 ആ 4 ലെവൽ ഇങ്ങനെ കയറി പോണതല്ലേ. ബാലറീന വരുമ്പോൾ ഒരു സ്പിൻ ഓഫ്, അതൊരു സെപ്പറേറ്റ് ക്യാരക്ടറിന്റെ സ്റ്റോറി കാണിക്കണം. ആ ബാലറീന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന്റെ സ്റ്റോറി കാണിക്കാൻ വേണ്ടിയുള്ള സ്റ്റോറി. അതിൽ എന്തോ ഒരു നമ്മൾ ജോൺ വിക്കിനെ എന്തോ പ്രതീക്ഷിക്കണം. ആക്ഷൻ സീനല്ലേ, അത് തന്നെ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആക്ഷൻ സീൻസ് എല്ലാം പക്കയാണ്. സ്റ്റോറി വൈസ് നോക്കുമ്പോഴത്തേക്കും യൂഷ്വൽ സംഭവം, പക്ഷേ ആക്ഷൻ സീൻസ് ടോപ്പ് നോച്ച്. അതിൽ പ്രത്യേകിച്ചൊരു ഗ്രനേഡിന്റെ ഒരു സീനുണ്ട്, അത് കിട്ടില്ലോ കേട്ടോ. അത് പടം കൊള്ളാം. പീക്ക് ആക്ഷൻ ഫിലിമാ. ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പടമാണ്. ആക്ച്വലി ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതാണ്, എല്ലാവരും മസ്റ്റായിട്ട് കാണണമെന്ന്. അന്നാ ഡി അർമസ് എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല ആക്ഷൻ സീക്വൻസിന് പറ്റിയ ഒരു ആക്ട്രസ് ആണ് അന്നാ ഡി അർമസ്. കൊള്ളാം. ബാലറീനയാണോ കണ്ടത്? എങ്ങനെയുണ്ട് ജോൺ വിക്ക് പടവുമായിട്ട് എന്തെങ്കിലും? ജോൺ വിക്കിൻ്റെ ഫോറിന് ട്രെയിൻ ഇടയ്ക്ക് വരുന്നൊരു ഇവൻ്റാണ്. കൊള്ളായിരുന്നു. ആക്ഷൻ രംഗങ്ങളും ബാക്കി കാര്യങ്ങളും അടിപൊളിയായിരുന്നു. നമ്മളെ ഫോറിൽ കണ്ട പോലെ ഭയങ്കര എക്സൈറ്റഡ് ആക്ഷൻ ഒന്നുമില്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സിനിമ? എങ്ങനെയാണ് അത് സ്റ്റാൻഡുള്ള പടമായിട്ട് നമുക്ക് എടുക്കാനുള്ളത്. ജോൺ വിക്ക് അല്ല കുറച്ച് ഭാഗമുണ്ട്, അത് വെടിപ്പാരി ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഫൈറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. ആ ഫ്ലെയിം ത്രോവറിൻ്റെ ഒക്കെ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒറിജിനൽ ആണോ എന്ന് തന്നെ ഡൗട്ടാണ്. അടിപൊളിയാണ്. ആണല്ലേ? ജോൺ വിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? അടിപൊളിയാണ്. പടം എങ്ങനെയുണ്ട്? പടം കുഴപ്പമില്ലായിരുന്നു. അത് ആക്ഷൻ രംഗങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ഷൻ കൊള്ളായിരുന്നു. പടം മൊത്തത്തിൽ നോക്കണമെങ്കിൽ കുഴപ്പമില്ലാന്ന്. ആണല്ലേ? ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ജോൺ വിക്ക് 1 and 2 എനിക്ക് ഇഷ്ടപ്പെട്ടതാ, പക്ഷെ അതിൽ നിന്ന് അത്രക്കില്ല. 4 വെച്ച് നോക്കണമെങ്കിൽ എന്താന്ന് പറയാം. ആണല്ലേ? കൊള്ളാം, നല്ല പടം. ജോൺ വിക്കിനെ ആയിട്ട് നോക്കി നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? ഇല്ല, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ജോൺ വിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ആയിട്ട് കൊടുത്തിട്ടില്ല അവർ. പക്ഷേ ആക്ഷൻ സെറ്റ് പീസ് വെച്ച് ഒന്നും പറയില്ല. സൂപ്പർ പടം. ജോൺ വിക്കിൻ്റെ ആ ലെവൽ വരുന്നുണ്ടോ? ഞാൻ പറയില്ല, അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം ജോൺ വിക്ക് എന്ന് പറയുന്ന അയാൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പും ഇതിൽ വരയ്ക്കുന്ന സെറ്റപ്പും വ്യത്യാസമാണ്. ജോൺ വിക്ക് അസാസിനും ഇവരുടെ ഒരു പ്രൊട്ടക്ടർ ക്ലാൻ പോലെയാണ്. അപ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. അതുകൊണ്ട് ജോൺ വിക്ക് ആ ജോൺ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും പോയി കാണാൻ പറഞ്ഞ പടം. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമുണ്ട്. ജോൺ വിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡ് ലോൺ പടമാണ്, എന്നാലും ജോൺ വിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു വൈബുണ്ട്. വൈബുണ്ടല്ലേ? അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ രംഗങ്ങളും ആക്ഷനൊക്കെ ലൈക്ക് ഒരു 10 മിനിറ്റ് സിനിമ ഒരു കഥയാണെങ്കിൽ ഒരു മണിക്കൂർ ആക്ഷനാണ്. ആണല്ലേ? പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? സൂപ്പർ പടം. ജോൺ വിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് പടം? കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ആക്ഷൻ സീൻസും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം പക്ക ആണല്ലേ? മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ടുള്ള ഒരു പടം. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. എങ്ങനെ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആണോ? ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമ്മുടെ ജോൺ വിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പടം എത്രത്തോളം? അതിപ്പോൾ പറയാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ജോൺ വിക്കിന് അത്ര എത്തില്ലെങ്കിലും പക്ഷേ രസമുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അടിപൊളിയാണല്ലേ?